ഇപ്പോ ഞാൻ ആരടാ, നീ ആരടാ, നിന്റെ അച്ഛൻ ആരടാ, എന്റെ അച്ഛൻ ആരടാ, ഒരു കവിതയായി ആലോചിച്ച് നോക്കണം. ഇത് കവിത അല്ല എന്ന് പറയാൻ കാരണം ഇതിൽ കവിത്വമില്ല, ഇതിൽ കാവ്യാത്മകതയില്ല എന്നുള്ളതാണ്. വെറും പ്രാസം വെച്ച് കവിത ഉണ്ടാവില്ല, പ്രാസം വെച്ചല്ല കവിത ഉണ്ടാവുന്നത്. ഇപ്പോൾ ഞാൻ പ്രാസം വെച്ച് ചിലപ്പോൾ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവുമായിരിക്കാം. തൂക്കുമരങ്ങൾ ഞെട്ടട്ടെ, ജയിലറ ഞെട്ടി വിറക്കട്ടെ, ഇടിവണ്ടികളും ഗുണ്ടാപ്പടയും തീതുപ്പട്ടെ അലറട്ടെ എന്നൊക്കെ പറയുമ്പോൾ അതിന് പ്രാസമുണ്ട്, പിന്നെ അന്യാശ്ര പ്രാസമുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ഇല്ലാത്തത് കവിതയാണ്. കുഞ്ഞിനെ ഭാഷ പറഞ്ഞതുപോലെ കവിതയിൽ ഒരു വിതയുണ്ടാവണം. ആ വിത അനുവാചകന്റെ മനസ്സിൽ കിടന്ന് മുളച്ചു പൊന്തി അതിൽ വലിയ വനമാവണം. ആ വനത്തിന്റെ ശ്യാമളത, സസ്യശ്യാമളതയിൽ നമ്മുടെ ഹൃദയം തണുക്കണം. അതാണ് കവിത. ആ കവിത്വം ഇല്ലായ്മയാണ് ഇന്ന് പല കവിതകളിലും ഉണ്ടാകുന്നത്. അല്ലാതെ ഈ വെറും പ്രാസം വെച്ച് എഴുതിയാൽ, അല്ലെങ്കിൽ ഒരു വെറുതെ കരഞ്ഞാൽ, വെറുതെ അലറി വിളിച്ചാൽ അത് കവിതയാവില്ല. ഇത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇതിൽ ഈ അഭിപ്രായത്തോട് യോജിക്കുന്നവരുണ്ടാവും തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതല്ലാത്ത കവിതകൾ ഉണ്ടാകുന്നത് വലിയ അനുഗ്രഹമാണ്. നമ്മൾ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു ചെടി താഴെ കിടക്കും, ഒരു പൂവ് താഴെ കിടക്കുന്ന പറഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ ചവിട്ടി കൊണ്ട് നടന്നു പോകും, അല്ലെങ്കിൽ ചവിട്ടാതെ കാലം പുറത്തെടുത്ത് നടന്നു പോകും. പക്ഷെ ഒരു കവി അങ്ങനെയല്ല. ഹാ വിശ്വമേ അധിക തുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കിടക്കേ നീ ശ്രീഭൂവിൽ അസ്ഥിര അസംശയം ഇന്നു നിന്റെ ആ ഭൂതി അങ്ങ് പുനരിഞ്ഞ് കിടപ്പിതോർത്താൽ എന്ന് പറയും. കുമാരദാസ വീണവുപോലെ ആണ്. അപ്പം ആത്മസമയം ചെലവഴിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഇവിടെ പുരസ്കാരം ലഭിച്ച വ്യക്തികൾക്ക് എല്ലാവർക്കും എൻ്റെ അനുമോദനങ്ങളും ആശംസകളും ഞാൻ നേരുന്നു. ഈ സമ്മേളനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിങ്ങളെല്ലാം അനുവാദത്തോടെ, ഗുരുജനങ്ങളുടെ ആശീർവാദത്തോടെ, ഈശ്വരന്റെ അനുഗ്രഹത്തോടെ ഞാൻ സസന്തോഷം നിർവഹിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.